വൈകുന്നേരമായപ്പോൾ സുജിത്തും രാധയും മനൻഗണിലേക്ക് പോവുകയായിരുന്നു അവരുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് വേണ്ടി. സുജിത്, നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇവിടെയൊന്നും ആരെയും കണ്ടില്ലല്ലോ. എനിക്കെന്തോ വഴിമാറി വന്നെന്ന് തോന്നുന്നു. നമ്മളൊരു തെറ്റായ ടേൺ വന്നും തോന്നുന്നു. പക്ഷെ അവിടെ നോക്കിയില്ല, ഒരു ഗ്രാമം കാണുന്നുണ്ട്. അവിടെ ആരുടെയും ചോദിച്ചാലോ? ശരി. സൂര്യൻ മറയുന്ന നേരത്ത് അവര് രണ്ടുപേരും പുലേര ഗ്രാമം നോക്കി പോവുകയായിരുന്നു. സുജിത്ത് ആ ഗ്രാമത്തിൽ പോയി നിന്നു. ഈ ഗ്രാമം കാണാൻ വളരെ വ്യത്യാസമായുണ്ടല്ലോ. ഇവിടെ ഒരുത്തരെ പോലും കാണാൻ പറ്റുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പോഴാണ് ആരോ കാർ കണ്ണാടി തട്ടിക്കൊണ്ടിരുന്നത്. അവരൊരു വയസ്സായ അമ്മൂമ്മയായിരുന്നു. അവരെ കണ്ട ഉടനെ സുജിത് കാറിന്റെ കണ്ണാടി താഴ്ത്തിയാക്കി. നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. അതേ മുത്തശ്ശി, ഞങ്ങൾ വഴിമാറി വന്നതാണ്. ഞങ്ങൾക്ക് മണംകാട്ടിലേക്ക് പോണം. മനംകട്ട് ഇവിടെ നിന്നും ഒരുപാട് ദൂരെയാണുള്ളത്. നിങ്ങൾ വന്ന വഴിയിൽ നിന്നും മറുവശത്തുള്ള വഴിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടിയിരുന്നത്. അയ്യോ, അല്ല അമ്മേ, ഇവിടെ താമസിക്കാൻ എന്തെങ്കിലും ഹോട്ടൽ കിട്ടുമോ? ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ഹോട്ടലൊക്കെ എവിടെ നിന്ന് കിട്ടാനാ മോളെ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രാത്രി താമസിക്കാൻ വല്ലതും സ്ഥലം ഉണ്ടാവുമോ? ഉണ്ട്, എന്റെ വീട്. അവിടെ നിങ്ങൾ രണ്ടുപേരും രാത്രി വന്ന് തങ്ങിക്കൊള്ളാം. സുജിത്തും രാധയും തമ്മിൽ തന്നെ നോക്കാൻ തുടങ്ങി. രാധ, രാത്രി ആയതുകൊണ്ട് നമ്മൾ മനംകെട്ട് പോയതിന് കുറെ നേരമാവും. അതുമില്ലാണ്ട് ഈ രാത്രിയിൽ നമ്മൾ പോകുന്ന വഴി ശരിയായ വഴിയാണോ നമുക്ക് പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തന്നെ താമസിച്ചാലോ? ശരി അമ്മേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാം. സുജിത്ത് കാർ അവിടെ പാർക്ക് ചെയ്തു. അവരാ വയസ്സായ മുത്തശ്ശിന്റെ പുറകിൽ തന്നെ പോയി. പോകുന്ന വഴിയിൽ അവർ അടുത്തുള്ള വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എല്ലാ വീടും ഗാലിയായിരുന്നു. സുജിത്ത്, ഈ ഗ്രാമം കാണാൻ വളരെ വ്യത്യസ്തമായുണ്ടല്ലോ. അല്ല മുത്തശ്ശി, ഈ ഗ്രാമത്തിൽ ആരും ഇല്ലേ? ഇല്ല മോനെ, എല്ലാരും പ്രേതത്തെ കണ്ട് പേടിക്കുകയാണ്. പ്രേതമോ? അതെ, പ്രേതം. ഗ്രാമത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി രാത്രിയാകുമ്പോൾ ഒരു പ്രേതം ഈ ഗ്രാമത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കും. അന്ധനായ പ്രേതം. പ്രേതം? അതും കണ്ണു കാണാത്ത പ്രേതോ? എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സിറ്റിയിൽ നിന്നല്ലേ വന്നത്? നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതാണ് നേരെ. എന്റെ വീടെത്തിയിരിക്കുന്നു. മുത്തശ്ശി അവർ രണ്ടുപേരും അകത്തേക്ക് കൊണ്ടുപോയി. ദാ ഇരിക്കുന്ന റൂമിൽ ചെന്നിരിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരാം. ശരി മുത്തശ്ശി. സുജിത്തും രാധയും അവരുടെ മുറിയിലകത്തേക്ക് പോയി. പിന്നെ അവർ കഴിക്കാനും തയ്യാറായി. നന്നായി, നമ്മൾ താമസിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം കിട്ടിയല്ലോ. പക്ഷെ എനിക്ക് ഗ്രാമം വ്യത്യസ്തമായി തോന്നുന്നു. എല്ലാ ഗ്രാമത്തിലെ ആളുകളും പ്രേതത്തെ കണ്ട് പേടിച്ചോടിയിരിക്കുന്നു. നോക്ക് രാധ, ഈ ഗ്രാമത്തിലെല്ലാരും പാവപ്പെട്ടവരാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവിടെ പ്രേതം പറഞ്ഞ കാര്യേ ഇല്ല, പക്ഷെ അവരിതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്കും അറിയാം. പക്ഷെ എന്തോ ഒരു പ്രശ്നം തീർച്ചയായും ഉണ്ട്. ഞാൻ ഈ ഗ്രാമത്തിൽ ഒരാളെ പോലും കണ്ടില്ല, ഈ വയസ്സായ അമ്മൂമ്മയല്ലാതെ. എല്ലാരും ഗ്രാമത്തിൽ നിന്ന് പോയെങ്കിൽ പിന്നെ ഈ വയസ്സായ അമ്മൂമ്മ മാത്രം എന്താ ഇവിടെ ഇരിക്കുന്നത്? ശരി, അവരുടെ തന്നെ ചോദിക്കാം. അതുമാത്രമല്ലാതെ ഈ ഗ്രാമത്തിലെ TV പോലും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനടുത്ത് കഥയും ചോദിച്ചിട്ട് നമുക്ക് സമയം പോക്കാലോ. അവര് രണ്ടുപേരും പുറത്തു വന്നപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെച്ചിരുന്നു. ഇത്രയും ഭക്ഷണോ? അതിഥി ദേവോ ഭവ. ഈ ഗ്രാമത്തിലേക്ക് വിരുന്നാളികൾ വരാറേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഇതൊക്കെ ചെയ്തത്. വളരെ നന്ദിയുണ്ട് മുത്തശ്ശി. എനിക്ക് എത്രയും വിശക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ? കഴിക്കൂ. സുജിത്തും രാധയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുത്തശ്ശി തന്നെ ചിരിച്ചുകൊണ്ടിരുന്നു. താനെ വന്ന് കുടുങ്ങിയിരിക്കുക. അവര് രണ്ടുപേരും കഴിച്ചതിന് ശേഷം സുജിത്ത് ആ വയസ്സായ മുത്തശ്ശിന്റെ അടുത്ത് ചെന്നു. മുത്തശ്ശി, നിങ്ങൾക്ക് ഈ ഗ്രാമത്തിനെ പറ്റിയുള്ള കഥ പറയാൻ പറ്റുമോ? ഇന്നിൽ നിന്ന് 40 വർഷത്തിന് മുൻപായിട്ട് ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളുടെ പേര് പുൽവ. പുൽവ വളരെ സുന്ദരിയായ പെൺകുട്ടിയാണ്. പുൽവയുടെ സൗന്ദര്യം കണ്ട് ഗ്രാമത്തിലെ ജമീന്ദാർ അവളെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പുൽവയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം ജമീന്ദാർ പുൽവയെ ഗ്രാമത്തിനു പുറത്ത് പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, എവിടെയാണ് പോകുന്നത് നീ? ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ജമീന്ദാർ. എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വാ. ഞാൻ നിന്നെ റാണി പോലെ നോക്കിക്കോളാം. ഛീ, നിങ്ങൾ എന്താ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നത്? വലിയ സത്യസാവിത്രി പോലെ നീ സംസാരിക്കുന്നു. ഞാൻ പറയുന്നത് ഇങ്ങോട്ട് കേക്കടി. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിന്റെ ഭർത്താവ് കൊണ്ട് 2 നേരം ഭക്ഷണം തരാൻ പറ്റുള്ളൂ. നീ എന്റെ കൂടെ വന്നാലേ നിന്നെ സ്വർണം കൊണ്ട് ഞാൻ പൂശി വെക്കുമടി.
എനിക്ക് സ്വർണമൊന്നും ആവശ്യമില്ല. എന്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും വലുത്. ബുൽവ അവിടെ നിന്നും തിരിച്ചുപോയി. പക്ഷെ ജമീന്ദാർ ബുൽവയെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ഒരുപാട് പുറപ്പാടുകൾ എടുത്തു. അടുത്ത ദിവസം രാവിലെ ജമീന്ദാർ ബുൽവയുടെ വീട്ടിന്റെ വാതിൽക്കൽ വന്നു. എന്നിട്ട് ശബ്ദമുണ്ടാക്കി നിലവിളിക്കാൻ തുടങ്ങി. ഈ പെണ്ണ് ഒരു പ്രേതമാണ്. മായമന്ത്രം കൊണ്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവള് രാത്രി ഇന്നലെ മന്ത്രം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കണ്ടതാണ്. അതെ, എന്റെ അടുത്ത് ആധാരമുണ്ട്. ഇന്നലെ രാത്രിയാണ് അവൾ മന്ത്രം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ മരത്തിന്റെ അടിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്. ദാ കണ്ടോളൂ. ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലേ കള്ളാണോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. പുൽവയുടെ ഭർത്താവ് ആ മരത്തിന് താഴെ തോണ്ടി നോക്കി. അപ്പോൾ അവിടെ എലുമ്പുകൂട്, നാരങ്ങ, പിന്നെ മന്ത്രതന്ത്രങ്ങൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പുൽവയുടെ ഭർത്താവും ഗ്രാമത്തിലെ ജനങ്ങളും ബുൽവ ഒരു പ്രേതമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞു. അവൾ ഒരു മന്ത്രവാദിയാണെന്ന് കരുതി. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ കല്ലുകൊണ്ടെറിഞ്ഞ് പുൽവയെ ഗ്രാമത്തിൽ നിന്നും തുരത്തി. പുൽവ കരഞ്ഞുകൊണ്ടേ പോയി. പുൽവയ്ക്ക് ആഹാരം പോലും കിട്ടാതെ കഷ്ടമായി. അപ്പോൾ ജമീന്ദാർ ഒരുപാട് ശ്രമിച്ചു പുൽവയെ തന്റെ വശത്താക്കാനായി. പക്ഷേ പുൽവ ഒരിക്കലും അതിന് സമ്മതിച്ചതേയില്ല. അവൾ വിശപ്പ് കാരണം ഗ്രാമത്തിന് പുറത്ത് വിശന്ന് മരിച്ചുപോയി. എന്നിട്ട് പുൽവ ഒരു പ്രേതമായി മാറി. ആദ്യമായിട്ട് പുൽവ ജമീന്ദാറിനെയാണ് കൊന്നത്. എന്റെ ജീവിതം നീ മൊത്തമായി നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ വെറുതെ വിടില്ല. പുൽവ ജമീന്ദാറിന്റെ കഴുത്തു പിടിച്ച് ഞെരിച്ച് അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന്റെ രക്തത്തിനെ കുടിച്ചു. അടുത്തതായി ബുൽവ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. നീ ഞാൻ പറയുന്നതിനേക്കാളും ആ ജമീന്ദാർ പറയുന്നതല്ലേ നീ കൂടുതൽ വിശ്വസിച്ചത്? ഞാൻ പറയുന്നത് നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല അല്ലേ? വേണ്ട വേണ്ട വേണ്ട, എന്നെ ഒന്ന് വിട്ടേക്ക്. അതിനുശേഷം ബുൽവ ഓരോരുത്തരായി ഈ ഗ്രാമത്തിലുള്ള എല്ലാരെയും കൊന്നുകളഞ്ഞു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന ഗ്രാമത്തിലെ ആളുകൾ ആ ഗ്രാമം വിട്ടു തന്നെ പോയി. ബാക്കിയുള്ള എല്ലാരും മരിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ ബുലേര ഗ്രാമത്തിൽ ആരും തന്നെ വന്നിട്ടില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? ആ പ്രേതം എന്താ നിങ്ങളെ കൊല്ലാത്തത്? എന്തുകൊണ്ടെന്നാൽ ആ പ്രേതമേ ഞാൻ തന്നെയാണ്. ആ വയസ്സായ മുത്തശ്ശി പ്രേതമായിട്ട് മാറി. ഇത് കണ്ടപ്പോ തന്നെ സുജിത്തും രാധയും അവർ പേടിച്ചു പോയി. അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മുമ്പ് തന്നെ ആ പ്രേതം രാധയെ പിടിച്ച് ചോര കുടിക്കാൻ തുടങ്ങി. അവൾ എല്ലാ ചോരയും കുടിച്ചു കഴിഞ്ഞു. രാധ! പിന്നെ സുജിത്തിനെയും ആ പ്രേതം പിടിച്ച് അവന്റെ അടുത്തുള്ള എല്ലാ ചോരയും അവൾ കുടിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു രക്തം കുടിക്കാൻ കിട്ടിയിരിക്കുന്നു. ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതുവരെ ആരും കേൾക്കാത്ത ഈ ബുലേര ഗ്രാമത്തിന്റെ കഥ കേൾക്കാനായി